അതെന്ത് സംഭവം എന്ന് വെച്ചാലേ സൗണ്ട് ഉണ്ട്. ഞാൻ ഇവിടെ നോക്കിയപ്പോൾ സൗണ്ട് ഉണ്ട്. ഒരുപാട് ആളുകൾ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ പിന്നെ ഈ ലൈവിനകത്ത് നമ്മളെങ്ങനെ സൗണ്ടിനെ കൊണ്ടുവരിക എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തിട്ട് വീണ്ടും വന്നു. അപ്പോൾ വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. ഞാൻ തുടക്കം മുതൽ തന്നെ ഒന്നുകൂടി ഞാൻ പറയാം. കാരണം കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ മെഹജുബിൻ എന്ന് പറയുന്ന താത്താക്ക് ആ താത്താടെ 4 വയസ്സ് പ്രായമുള്ള മുഹമ്മദ് ഷഹലിനെ 4 മാസം മുന്നേ ഞാൻ അവരുടെ വീട്ടിൽ പോയി കണ്ടതാണ്. അന്ന് ആ കുട്ടിക്ക് മജ്ജ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നല്ല ആശുപത്രിയിൽ കാണിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളായിട്ട് വന്നാൽ ഞാൻ വീഡിയോ ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. പിന്നീട് അവരെന്നെ വിളിക്കുക, കുട്ടിയുടെ സ്ഥിതി വളരെ മോശമാണ്, കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ മധുരയിലെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റാണ്. കുട്ടിക്ക് 2 കീമോ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുട്ടിയുടെ മജ്ജ മാറ്റി വെക്കണം. കുട്ടിക്ക് മജ്ജ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ തൊട്ട് ജ്യേഷ്ഠത്തി ചേച്ചിയുണ്ട്. 6 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ് മജ്ജ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, സ്വന്തം മോന് ഇത്രയും മാരകമായ ഒരു അസുഖം ബാധിച്ചിട്ട് അതിൻ്റെ ചികിത്സയ്ക്ക് വഴിയില്ലാതെ ഒരു ചാനലുകാർ വീഡിയോ ഇട്ടിട്ട് 6 ലക്ഷം രൂപ ഉണ്ട്. 6 ലക്ഷം രൂപയും എടുത്തുകൊണ്ട് ഓടിയിട്ട് ആ പൈസയും കൊണ്ട് മധുരയിലെ ആശുപത്രിയുടെ പരിസരത്ത് ഒരു റൂം എടുത്ത് കുട്ടിയെ അവിടെ കീമോ ചെയ്ത് ഒരു കീമോ കൂടി ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞാൽ കുട്ടിയുടെ മജ്ജ മാറ്റി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു കുടുംബം. അത്രക്കും ഒരു ദയനീയമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം. അവരുടെ വിഷമങ്ങൾ, ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരിതാ. അപ്പോൾ 6 ലക്ഷം രൂപ കൊണ്ട് നടക്കില്ല. 20 ലക്ഷം രൂപയാണ് അവർക്ക് ആവശ്യമുള്ളത്. ഉബൈദ് ചെറുകോട്ടിൽ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കേൾക്കും ഉബൈദ്, കുറച്ച് കഴിഞ്ഞാൽ കേൾക്കും. അപ്പോൾ 6 ലക്ഷം രൂപയാണ് ആ കുടുംബത്തിന് ആകെ കൈ കിട്ടിയിട്ടുള്ളത്. 20 ലക്ഷം രൂപ അവർക്ക് വേണം. അങ്ങനെ എന്നെ വിളിക്കുക, കാരണം പെട്ടെന്ന് കുട്ടിയുടെ അവസ്ഥ മാറി, സീരിയസ് ആണ്, മജ്ജ മാറ്റി വെക്കണം, എന്ത് ചെയ്യണം എന്നറിയില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് മധുരയിലേക്ക് പോവാ. ഞാൻ മധുരയിൽ പോയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തു കൊടുത്ത് ഞാൻ നാട്ടിൽ വന്നു. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ 22, ഏകദേശം 5-6 ദിവസമായി. ഈ 5-6 ദിവസത്തിനുള്ളിൽ അവരനുഭവിച്ച വേദനയും വിഷമങ്ങളും ഉണ്ട്. അതായത് ഈ പൊതുസമൂഹത്തിന് സഹായിക്കാൻ എന്ന പേരിൽ പല ആളുകളും അതിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് ആ സ്ത്രീയോട് സംസാരിക്കുന്ന ആ ഒരു ഭാഷയുണ്ടല്ലോ, അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒന്നാണ്. കാരണം നിങ്ങളുടെ വീട്ടിൽ ഉമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 4 വയസ്സായ ഒരു മകനെയും കൊണ്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വഴിയില്ലാതെ ചികിത്സാ സഹായം തേടിയിട്ട ആ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ആ താത്താനോട് നിങ്ങൾക്ക് സെക്സ് സംസാരിക്കാനും അതല്ലെങ്കിൽ അവരോട് കാമം തോന്നിയിട്ട് അവരുടെ പല ഭാഗങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെടുന്ന ആ ഒരു എങ്ങനെ ഇപ്പം അതിനെയൊക്കെ പറയാമെന്നറിയോ? ഇതിനൊന്നും പറയരുത്. ഇവരെയൊക്കെ ശരിക്കും പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അവരുടെയൊക്കെ നമ്പറിൻ്റെ കയ്യിലുണ്ട്, എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ ആ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിന്നെപ്പോലെയുള്ള നാറികൾക്കൊക്കെ ഒരു കുടുംബമുണ്ട്, തള്ളയും തന്തയും അതുപോലെ പെങ്ങന്മാരും ഭാര്യയും അതുപോലെ സഹോദരിമാരൊക്കെ ഉണ്ട്. കാരണം നിൻ്റെയൊക്കെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ സാധനം പുറത്തു വിടുമ്പോൾ അവർക്ക് തല ഉയർത്തി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരരുതല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ നമ്പർ അത് വിടാത്തത്. ഇതൊരു വാണിംഗ് തന്നെയാണ്. ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ സ്ത്രീയോടോ ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും വീഡിയോസിലോ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തൻ്റെ ഫോട്ടോ വരെ ഞാൻ എടുത്തത് പുറത്തു വിടും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിന് മാത്രമല്ല, എല്ലാ ആളുകളും ചെയ്യുന്ന വീഡിയോസിനും കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളാണെങ്കിലും അതല്ലെങ്കിലും അതായത് ഒരു സാരി ചുറ്റിയ കോല് പോലെ, എന്താ പറയുക, ഒരു കോലുമേ സാരി ചുറ്റി നിർത്തിയാലും അതിനകത്ത് പോയി നോക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അപമാനമാണ്. നിങ്ങളൊക്കെ അപമാനമാണ്. കാരണം വികാരങ്ങളും വിചാരങ്ങളൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട്. അതൊക്കെ കാണിക്കേണ്ടടത്ത് കാണിക്കുക, കിട്ടുന്നിടത്തുനിന്ന് വാങ്ങുക. അതല്ലാതെ ഈ ഒരു അവസരത്തിലൊക്കെ ഇത്രമാത്രം വേദന കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ, അതായത് ഒരു സഹായത്തിന് വേണ്ടി വീഡിയോ ഇട്ടിട്ട് ആ കുട്ടിയുടെ ജീവന് അതിനെങ്ങനെയെങ്കിലും ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് അത് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളോട് പോയിട്ട് കാമം തോന്നി ഈ രീതിക്കൊക്കെ സംസാരിക്കാന്ന് പറയുമ്പോൾ നിന്നെയൊക്കെ എന്ത് ചെയ്യണം എന്നാണ് അറിയാത്തത്. നമ്പറുകളൊക്കെ ഉണ്ട് കയ്യിൽ, എല്ലാ നമ്പറുകളും അവരോടൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങളെ വിളിച്ച് നമ്പറുകളൊക്കെ വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ
ഞാനത് വിടാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള ബിന്ദു ചേച്ചിനെ, ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട്. ബിന്ദു ചേച്ചിനെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് മോളെ കാണണം, നിങ്ങളുടെ രോഗിയായ മോളെ കാണണം എന്നും പറഞ്ഞ് വീഡിയോ കോളിൽ വരാൻ പറഞ്ഞിട്ട് ആ വീഡിയോ കോൾ വന്നത് ഇവൻ്റെ മുണ്ട് പൊക്കി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ മുണ്ട് പൊക്കി കാണിച്ചിട്ടൊക്കെ വികാരം കാണിക്കുന്ന ആണുങ്ങളുണ്ടോ? അപ്പൊ ഇത്രയും മോശമായ ആളുകൾ. എന്നിട്ട് ഞാൻ അന്ന് ലൈവിൽ വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തു. അതിലെ സ്ത്രീകളോടൊക്കെ ഇത്തരത്തിലുള്ള അപമര്യാദയായിട്ട് പല ആളുകളും പെരുമാറുന്നുണ്ട്. പലപ്പോഴും ഞാൻ അവരോടൊക്കെ പറയാറുള്ളത്, ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ആ സ്ത്രീകളോട് ഞാൻ പറയും, ഇങ്ങനെ കുറെ നരമ്പ് രോഗികൾ വിളിക്കും. ആ നരമ്പ് രോഗികൾ വിളിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കോൾ കട്ട് ചെയ്ത് വിടുക. അത്ര ആളുകളോട് സംസാരിക്കണ്ട. കാരണം അവർ സഹായിക്കാനല്ല വിളിക്കുന്നത്. പല ആളുകളും വിളിച്ചിട്ട് നിങ്ങളുടെ കുട്ടിയുടെ കാര്യം മുഴുവനായിട്ടും ഞാൻ ഏറ്റെടുക്കാം, ഇനി ആരുടെ മുന്നിലും കൈനീട്ടണ്ട എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ കിടക്കുന്ന രൂപത്തിലേക്ക് വരെ, സെക്സിൽ ഒന്നിച്ച് കിടക്കുന്ന രൂപത്തിലും അതുപോലെ തന്നെ ശരീരത്തിന്റെ അവയവങ്ങൾ കാണിക്കുന്ന രൂപത്തിലേക്ക് വരെ ഈ സ്ത്രീകളെ വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ എത്രമാത്രം മൃഗീയമാണ് നിങ്ങളുടെയൊക്കെ ആ ഒരു മനസ്സ് എന്നാണ് ഇവിടെ നമ്മളൊക്കെ ആലോചിക്കുന്നത്. നിങ്ങൾ കാണിക്കുക, ഇഷ്ടംപോലെ ആളില്ലേ, നിങ്ങളുടെ കാമം തീർക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, സൗകര്യങ്ങൾ കിടക്കുമ്പോൾ ഇതുപോലുള്ള ആളുകളുടെ മുന്നിലേക്കൊക്കെ വന്ന് അത് കാണിക്കുക. ഞാൻ എന്താണെന്നറിയോ, കൂടുതൽ എന്തൊക്കെയോ വായിലിങ്ങനെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ പരിധി വിട്ട് പുറത്തേക്ക് പോകണ്ടെന്ന് വെച്ചിട്ട് കടിച്ചു പിടിച്ച് സംസാരിക്കുകയാണ്. കാരണം അത്രമാത്രം വിഷമത്തോടു കൂടിയാണ് ഞാൻ പറയണത്. കാരണം ഇവരൊക്കെ എങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ തോന്നുന്നതെന്ന് ആലോചിച്ചിട്ടാണ് ഞാനിങ്ങനെ ആലോചിക്കണത്. ഈ ഒരു വേദന കൊണ്ടോ വിഷമം കൊണ്ടൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകളുടെ മുന്നിലേക്ക് ഒരു പിടുത്തവും കിട്ടണില്ല. നിങ്ങളുടെയൊക്കെ ആ ഒരു മാനസികാവസ്ഥ ഞാൻ ആലോചിക്കുക, ഇത്തരം ആളുകളുടെ മാനസികാവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ ഇടയായിട്ട് നമ്മൾ ഒരുപാട് ഈ സെക്സിൽ പിടിക്കപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നായയോട് അല്ലേ, വീട്ടിൽ വളർത്തുന്ന നായയോ അല്ലെങ്കിൽ തെരുവിൽ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായയോട് സെക്സ് ചെയ്യുന്ന ആളുകളുടെ വാർത്തകൾ, അതുപോലെ മൃഗങ്ങളോട് സെക്സ് കാണിക്കുന്ന ആളുകളുടെ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട്. അതിനേക്കാളും മൃഗീയമായ മനസ്സാണ് ഈ ഇത്തരം ആളുകളെ വിളിച്ച് സെക്സിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്ന ആളുകളുടെയൊക്കെ മാനസികാവസ്ഥ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനേക്കാളും നല്ലതൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ച് ചോദിക്കുന്നതിനേക്കാളും നല്ലത് ആ ആളുകൾ കാണിച്ച പോലെ വല്ല നായയോടോ വല്ല മൃഗങ്ങളോടോ ചെന്ന് കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം തരം താഴ്ന്നു പോയി ഈ വിളിച്ച ആളുകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള കുടുംബങ്ങളോടൊക്കെ കാണിക്കുന്നത് ക്രൂരതയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും ഈ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ. കാരണം നാളെ നിന്റെ മക്കൾക്ക് ഇതുപോലൊരവസ്ഥ വന്നിട്ട്, നിന്റെ ഭാര്യയ്ക്ക് ഇതുപോലൊരവസ്ഥ വന്ന്, നിന്റെ കുടുംബത്തിന് ഇതുപോലൊരവസ്ഥ, എന്തിന് നിനക്ക് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് നീ കിടക്കുമ്പോൾ നിന്റെ ഭാര്യയുടെ ഫോൺ നമ്പറും അക്കൗണ്ട് നമ്പറും വെച്ച് ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതുപോലൊരു വീഡിയോ ഇടുമ്പോൾ നിന്റെ ഭാര്യയെ ആരെങ്കിലും വിളിച്ച് ഇതിന് സെക്സിന് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് നീയൊക്കെ പഠിക്കുള്ളൂ. ഇനി നീ കല്യാണം കഴിയാത്തവനാണെങ്കിൽ നിന്റെ ഉമ്മയെയോ നിന്റെ അമ്മയെയോ നിന്റെ പെങ്ങന്മാരെയോ ഇതുപോലെ ആരെങ്കിലും വിളിക്കുമ്പോൾ അറിയാതെ നിന്റെ കണ്ണിന്ന് വെള്ളം പോകും, പശ്ചാത്താപത്തിന്റെ കണ്ണുനീര് നിന്റെ നിന്ന് ഒഴുകിപ്പോകും. കാരണം ആ ചെയ്തതിനൊക്കെ നീ അനുഭവിക്കുന്നുള്ളതാണ്. ഇത് ഞാൻ ഓപ്പണായിട്ട് പറയാം. പല ആളുകളും പറയും ഇങ്ങനെയൊന്നും പറയരുത് ചെയ്ത്, പക്ഷെ ഞാനിത് ഓപ്പണായിട്ട് പറയാം, ഇതിനൊക്കെ നീ അനുഭവിക്കും. വിളിച്ച ആളുകളൊക്കെ, ഇത്തരം ആളുകളെ വിളിച്ച് കാമം തീർക്കാൻ വിളിക്കുന്ന ആളുകളൊക്കെ അനുഭവിക്കും. അതിൽ യാതൊരുവിധ സംശയം വേണ്ട, ഈ കാര്യത്തിലൊന്നും യാതൊരുവിധ സംശയം വേണ്ട. 4 വയസ്സായ കുട്ടിയുടെ മജ്ജ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത നമ്പറിൽ വാപ്പാന്റെ നമ്പറാണ് കൊടുത്തത്. വാപ്പാനോടാണ് ഞാൻ ഫോൺ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ആ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ടെസ്റ്റുകൾ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമ്പോൾ അതിലേക്ക് സഹായിക്കാനാണ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാനാണ്, സഹായിക്കാനാണ് എന്ന രീതിയിലേക്ക് അങ്ങനെ വിളിച്ചിട്ട് പിന്നീട് അവരോട് ഇത്തരത്തിലുള്ള രീതിയിലേക്ക് പെരുമാറുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സഹായിക്കണ്ട. ദയവ് ചെയ്തിട്ട് നിങ്ങൾ സഹായിക്കും വേണ്ട, വിളിക്കുകയും വേണ്ട. സഹായിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവർക്കൊന്നും ഇത്തരം ഒരു തോന്നലുകളോ അനാവശ്യമായ സംസാരങ്ങളോ ഉള്ളൂ. ഒറ്റ കാര്യം അവർ വിളിക്കുള്ളൂ, അക്കൗണ്ട് നമ്പർ കറക്റ്റാണോ, ഫോൺ നമ്പർ കറക്റ്റാണോ, കുട്ടിയുടെ അസുഖം കറക്റ്റാണോ എന്ന് ചോദിക്കാൻ പുതുതായിട്ടൊക്കെ സഹായിക്കുന്ന പല ആളുകളും ഒന്ന് വിളിച്ചു ചോദിക്കും എന്നുള്ളത് ശരിയാ. അപ്പം ഞാൻ തന്നെ എൻ്റെ വീഡിയോസിൽ എൻ്റെ നമ്പർ പോലും വെക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നമ്മളെ സഹായിക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ ഒരു വിശ്വാസമാണ്. കാരണം എന്താ, നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് വിളിച്ച് ചോദിക്കേണ്ടതില്ല. അത് കൃത്യമായിട്ട് തന്നെ അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്, അവരുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, അവിടെ ഒരു പ്രശ്നങ്ങളില്ല, അവിടെ ഒരു പ്രയാസങ്ങളില്ല എന്ന് ആളുകൾക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ ആരും വിളിച്ച് ചോദിക്കാറില്ല. ഞാൻ വീഡിയോ ഇട്ടാൽ ഓൺ ദ സ്പോട്ടിൽ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്ന ആളുകളാണ്.
അപ്പോൾ പുതുതായിട്ട് അയക്കുന്ന ആളുകൾ, ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചിട്ട് അക്കൗണ്ട് നമ്പർ കറക്റ്റാണോ, കുട്ടിക്ക് എന്താണ് അസുഖം, നിങ്ങളുടെ വീട് എവിടെയാണ്, അഡ്രസ്സ് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ സഹായിക്കാൻ എന്നും പറഞ്ഞ് ഇവരെ വിളിച്ചിട്ട് ആ സ്ത്രീയുടെ ശബ്ദം കേൾക്കുമ്പോൾ നിനക്കൊക്കെ വികാരം വരിക, ആ സ്ത്രീയുടെ ശബ്ദം കേൾക്കുമ്പോൾ നിനക്കൊക്കെ സ്വയംഭോഗം ചെയ്യാൻ തോന്നുക, ആ സ്ത്രീയോട് സെക്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്താ പറയുക, സ്വന്തം ആ ഒരു സുഖം തേടാൻ നോക്കുക. എന്തൊരു മാനസികാവസ്ഥയാണെന്ന് ഇങ്ങനെ ആലോചിക്കുക. ഈ ജാതി സാധനങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ റൂമിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ഇതിനെയൊക്കെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ പാടാക്കണം, അതല്ലെങ്കിൽ അതിനെയൊക്കെ വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വിട്ടിട്ട് ഇതിന് ചികിത്സ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. എന്താണെങ്കിലും ഇതിനെ വെറുതെ വിടൂല, ഇതിന്റെ പുറകെ ഫോളോ ചെയ്യാൻ ചെയ്യും, വിടൂല. ഇതൊരു വാണിംഗ് ആയിട്ട് തന്നെ കണ്ടോ. ഇനി അത്തരത്തിലുള്ളത് ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള നടപടിക്ക് പോകും. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ കുട്ടിയും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഈ ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരാൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബിന്ദു ചേച്ചിയെ വിളിച്ചിട്ട് മോശമായിട്ട് പെരുമാറിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ മുഴുവൻ ഡീറ്റെയിലും കിട്ടിയിട്ട് ഒരുപാട് ആളുകൾ വിളിച്ച് സങ്കടത്തോടെയാണ് പറഞ്ഞത്. കാരണം അത് ഫിറോസ് അവരെ കുറിച്ച് പറയണ്ട, കാരണം അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്, കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, അവർക്കൊക്കെ അപമാനമാണ്. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് അന്ന് പറയാതിരുന്നത്. കാരണം അത് എങ്ങനെയെങ്കിലും പൊയ്ക്കോട്ടെ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വെച്ചിട്ട്. പക്ഷേ ഇതൊരു തൊഴിലായിട്ട് ഏറ്റെടുക്കുക, ഇതൊക്കെ ഇതിനേക്കാളും നല്ലത് മറ്റേ പല പല ഞാനൊന്നും പറയണില്ല. അപ്പം എന്താണെങ്കിലും ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ ഇതൊന്നും ചെയ്യരുത്, ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഈ പാവങ്ങളൊക്കെ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ബുദ്ധിമുട്ടും ഇതുകൊണ്ടൊക്കെ ഞങ്ങളുടെ മുന്നിലേക്ക്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാത്ത ആളുകൾ, ചികിത്സയ്ക്ക് വഴിയില്ലാത്ത ആൾ, കിടപ്പാടമില്ലാത്ത ആളുകൾ, ഇത്തരം ആളുകളോടൊക്കെ, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇത്തരം ആളുകളോടൊക്കെ ഈ രീതിക്കൊക്കെയുള്ള ഒരു 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 രീതി ശരിയല്ല. നമുക്കൊക്കെ അതിന് ഒരുപാട് വഴികളുണ്ടല്ലോ, അതിന് പറ്റിയ വഴികളും സാഹചര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായിട്ടുണ്ടോ? ആ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. മനസ്സിലായിട്ടുണ്ടോ? അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളോട് ചെയ്യരുത്. കാരണം ഇതൊരു വേറെ രീതിക്കാണ്. അവരുടെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അത് സ്വന്തം കുടുംബത്തിന് അനുഭവം വരുമ്പോഴേ നിങ്ങൾക്കൊക്കെ അറിയുള്ളൂ. കാരണം ഇങ്ങനെ ഒരു കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ രോഗിയായ ഭർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആ മനസ്സിങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു വേദന കൊണ്ട് വിങ്ങുന്ന ആളുകളെ വിളിച്ചിട്ട് അവരോട് സെക്സ് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തതാണ്. നമുക്കൊക്കെ അതിന് പറ്റിയ സാഹചര്യങ്ങളുണ്ട്. കല്യാണം കഴിയാത്ത ആളുകളാണെങ്കിൽ അതിന് പറ്റിയ സാഹചര്യങ്ങളുണ്ട്. ഇനി കല്യാണം കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, വികാരങ്ങളും വിചാരങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇതുണ്ട്. മനസ്സിലായിട്ടുണ്ട്. ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്. ആ വഴികളൊക്കെ തേടിപ്പോവുക എന്നല്ലാതെ, അതല്ലെങ്കിൽ എന്താ പറയുക, ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കൂടെ ഇതിനൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് അങ്ങനെ കാണിക്കുക എന്നല്ലാതെ, ഇതുപോലുള്ള ഈ സാഹചര്യത്തിലുള്ള രോഗികളോടും അതല്ലെങ്കിൽ രോഗികളുടെ ഉമ്മമാരോടൊക്കെ നിങ്ങളിങ്ങനെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇത്തരത്തിൽ ചെയ്യുന്നത് ശരിയല്ല. അപ്പം അതുകൊണ്ട് അതൊന്നൊന്ന് പിന്തിരിയണം, ഒന്ന് മാറി നിൽക്കണം. ഒരു അഭ്യർത്ഥനയാണ്. സഹായിക്കുന്ന ആളുകൾ മുന്നോട്ട് വരട്ടെ. നിങ്ങളുടെ ഒരു സഹായവും, അതായത് ഇത്തരം ആളുകളുടെ സഹായം വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളെ കൊണ്ടൊക്കെ ചാരിറ്റി മേഖലയ്ക്ക് ദ്രോഹം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം സഹായിക്കുന്ന ആളുകൾക്കോ സഹായം നൽകുന്ന ആളുകൾക്കോ സഹായം സ്വീകരിക്കുന്ന ആളുകൾക്കോ ഒരു പരാതിയില്ല. ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ സഹായിക്കുന്നു, സഹായിക്കുന്ന ആളുകൾ നല്ല സന്തോഷത്തോടെ സഹായിക്കുന്നു, അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത വിഷമമാണ് നോക്കുകുത്തികളായി പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് ഇവിടെ കാണുന്നത്. ഒരു രൂപ പോലും ഒരാളെ സഹായിക്കാത്ത ആളുകൾ, അതല്ലെങ്കിൽ ഒരു കാലി ചായ പോലും ആർക്കും വാങ്ങിച്ചു കൊടുക്കാത്ത ആളുകൾക്കൊക്കെയാണ് ഇവിടെ ദണ്ണം. അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് ചാരിറ്റി ചെയ്യുന്നവരെയും രോഗികളെയും കുറിച്ച് പറയുന്നതൊക്കെ ഇത്തരം ആളുകളാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്കാണ് ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു രൂപ പോലും സഹായിക്കാത്തവനാണ് ഇതുപോലെ കാമം തോന്നുന്നത്. അപ്പം നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരമില്ല, ഒരു ഉറുപ്പേൻ്റെ ഉപകാരമില്ല, ഒരു രീതിയിലുമില്ല. ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പോലും നിന്റെ ഒന്നും ഫേസ്ബുക്കിനെ കൊണ്ട് ഉപകാരമില്ലെങ്കിൽ പിന്നെ ലോക പാഴുങ്കടാണ് നിങ്ങളൊക്കെ. സത്യത്തിൽ ലോക തോൽവിയാണ്, പാഴുങ്കട എന്നൊക്കെയാണ് ഞാൻ പറയാം. അത്രയ്ക്ക് മോശമാണ് നിങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ നിവൃത്തിയില്ലാത്ത കുറേ ജീവിതങ്ങൾ, വേസ്റ്റുകൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വഴിയിലേക്ക് പൊയ്ക്കോ. എന്നിട്ട് അതിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അത്തരക്കാരോട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതികൾ കാണിക്കുക, നിങ്ങളുടെ ആ രൂപത്തിലേക്ക് പോവുക. അതല്ലാതെ ഈ കുടുംബത്തിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക്, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷമത്തോടെ ജീവിക്കുന്ന
ആളുകളിലേക്ക് ദയവ് ചെയ്ത് അവൻ്റെ നമ്പർ പുറത്തു വിടുക അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് ഇൻബോക്സിൽ വന്ന് ഞാൻ തരുന്നുണ്ട് ഇവൻ്റെയൊക്കെ നമ്പർ. ഞാൻ വന്ന് തരും. ഞാനിപ്പോൾ ഇതിനകത്ത് ഇടരുതല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാനത് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റായിട്ട് തന്നെ 1-2 അല്ലേ, കുറച്ചെണ്ണം ഉണ്ടേ ഇതേ പണിയായിട്ട് നടക്കുക. ഓരോ വീഡിയോ ഇടുമ്പോൾ ആ താത്തമാരെന്നെ വിളിക്കും, ഫിറോസ്ക ഇതാ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, ഇങ്ങനെ ആളുകൾ വിളിക്കുന്നുണ്ട് എന്ന് പറയും. ഞാൻ അവരോട് പറയാറുള്ള ഇതാണ്, താത്ത ഒരു കാര്യം, ഒരു 3-4 ദിവസത്തെ കാര്യത്തിനല്ലേ എന്താ പറയുക, നമ്മൾ ഇവരെ പേടിച്ച് ഫോൺ ഓഫ് ചെയ്ത് വെക്കുക അതല്ലെങ്കിൽ ഫോൺ ഒഴിവാക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി വിളിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷെ വിളിച്ചാൽ കിട്ടാത്ത ഒരു സാഹചര്യം വരും. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുകയും എന്നാണ് ഞാൻ പലരോടും പറയാറുള്ളത്. കാരണം ആ വീഡിയോ ഇടുമ്പോൾ തന്നെ ആ കുടുംബത്തിലെ ആ താത്തമാരോട് ഞാൻ പോയിട്ട് പറയും, ഇങ്ങനെ കുറേ നരമ്പ് രോഗികൾ വിളിക്കും, അങ്ങനത്തെ കോള് കണ്ടാൽ കട്ട് ചെയ്ത് വിടുക എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കും. അറിയാം ഇതുപോലത്തെ കുറേ എണ്ണങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്താണെങ്കിലും ഇതിവിടം വെച്ച് നിർത്തുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ കൃത്യമായിട്ട് നിയമ നടപടി നേരിടേണ്ടി വരും നിങ്ങൾ. കാരണം ഇന്ന് ഈ ലോകത്ത് എല്ലാ സൗകര്യങ്ങളുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി വിളിച്ചാലും ശരി, നിങ്ങൾ ഇന്ത്യയിലല്ലേ, ഇന്ത്യക്ക് പുറത്താണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ നെറ്റ് കോളും ആ കോളും ഈ കോളും എന്നൊക്കെ വിളിക്കുമ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് നേരെയാണ് നിങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ. അതിന് എന്താ പറയുക, സൈബർ സെല്ലും അതുപോലെ തന്നെ എല്ലാവരും വളരെ നല്ല രീതിക്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പരാതി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തൂങ്ങിത്തിരിയും. പിന്നെ വന്ന് കരയിലും പിടിക്കലും നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ കള്ളും വെള്ളമൊക്കെ ഉള്ളിൽ കയറിയിട്ടാണെങ്കിൽ അതും ഒരു പരിധി വരെ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കള്ളു കുടിച്ചു അല്ലെങ്കിൽ ഞാൻ മറ്റേ സാധനം ഉള്ളിൽ കയറി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് എന്നൊന്നും പറഞ്ഞാൽ ഒരു പക്ഷേ പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരിതുണ്ടാവില്ല. പിന്നെ എൻ്റെ കുടുംബക്കാരനാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവനാണ് ഫിറോസ്ക, അതൊന്ന് പിൻവലിക്കണം പിടിക്കണം എന്ന് വെച്ച് വന്നാൽ അത് നടക്കൂല. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇത്തരം ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ പറഞ്ഞു മനസ്സിലാക്കുക. നമുക്ക് ഇതിനൊക്കെ ഒരുപാട് വഴികളുണ്ടല്ലോ, ആ വഴിക്കൊക്കെ ഒന്ന് പോകാൻ പറയാം. അല്ലെങ്കിൽ ഇതിനായിട്ട് ഒരുങ്ങി നടക്കുന്ന ആളുകളുണ്ട്, അത്തരം ആളുകളുടെ മുന്നിലേക്ക് പോകാൻ പറയാം. അതല്ലാതെ ഇതുപോലുള്ള രീതിയിലേക്ക് വരരുത്. ഒരു അപേക്ഷയാണ് ഇതൊരു അപേക്ഷ തന്നെയാണ്. ഇത് അങ്ങനെ തന്നെ സ്വീകരിക്കണം. അതല്ല നിങ്ങൾ വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ വേറെ രീതിക്കൊക്കെ നമുക്ക് പോകേണ്ടി വരും. കംപ്ലൈൻറ്റ് കൊടുക്കണ്ട. അവരിപ്പോൾ മധുരയിലാണ്. ആ പാവങ്ങൾ ആ കുട്ടിയെയും കൊണ്ട് മധുര ആശുപത്രിയിൽ കിടന്ന് ഇതാകുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇവരിവിടെ വന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുക? അതുകൊണ്ടാണ്. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചിട്ട് ആ വോയിസ് എനിക്ക് അയച്ചതുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടമാവാണ് അത് കേട്ടിട്ടേ. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അവരൊരു വീഡിയോ ഇട്ടിട്ട്, അതിലാണെങ്കിൽ കാര്യമായ ഫണ്ടും വന്നിട്ടില്ല. ആ കുട്ടിക്കൊരു വീഡിയോ ഇട്ടിട്ട് അതുമായിട്ട് ആ കുട്ടിയെയും കൊണ്ട് അവിടെ കടന്ന് ബുദ്ധിമുട്ടുമ്പോൾ അവരെ വിളിച്ചിട്ട് ഈ രീതിക്കൊക്കെ ഓർക്ക് മാത്രമല്ല നിരന്തരം ആര് വീഡിയോ ഇട്ടാലും ഈ ഇടപാട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഞാൻ നോക്കട്ടെ, ഇനി ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അത് എത്ര വലിയവനാണെങ്കിലും ശരി, ആ നമ്പർ ഞാൻ എന്താണെങ്കിലും കൊണ്ടുവന്ന് ആ നമ്പറായിരിക്കും ആദ്യ ക്യാപ്ഷനിൽ കൊടുത്തിട്ട് ഞാൻ ലൈവിലേക്ക് വരിക. ലേഡീസിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാതെ വീഡിയോ ചെയ്യും, അതൊക്കെ നല്ല അഭിപ്രായമാണ്. പക്ഷെ സഹായിക്കുന്ന ആളുകൾക്ക് അവർ ഫുൾ ഡീറ്റെയിൽ വേണം. ഇത്രയും കൃത്യമായിട്ട് ചെയ്തിട്ട് തന്നെ പരാതികളും പരിഭവങ്ങളും മാത്രമാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതുകൂടി ഇല്ലാതിരുന്നാൽ പിന്നെ ഇത് അതിനേക്കാൾ ഇതായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് 100% അത് അറിയിച്ചുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും ഇനി ഇത് ആവർത്തിക്കരുത്, അതുതന്നെയാണ്. അല്ല, എന്നെ തേജോവധം ചെയ്യാൻ എന്നെ വിളിച്ചാൽ പോരെ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ? അതൊരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ. അത് അവരവർ കൃത്യമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ തേജോവധം ചെയ്യാനോ എന്നെ നാറ്റിക്കാനോ എന്നെ ഇല്ലാതാക്കാനോ ഒക്കെയുള്ള ആളുകൾ അതിൻ്റെ പണി അവർ കൃത്യമായി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലോ, കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. പല സ്ത്രീകളെയും പിടിച്ചും അവരുടെ വോയിസ് വാങ്ങിച്ചിട്ട് ഫിറോസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ആ വോയിസും കയ്യിൽ പിടിച്ചുകൊണ്ട് പല ആളുകളുടെ മുന്നിലും കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗം അപ്പുറത്ത് നടക്കുന്നുണ്ട്. പിന്നെ കള്ളനാണ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഇപ്പുറത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉയർന്ന എന്താ പറയുക, ബ്രാൻഡഡ് അങ്ങനെ ഓരോ രീതിക്കൊക്കെ ഓരോ ആളുകൾ അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ടല്ലോ. ആ ചെയ്യുന്നതിനൊക്കെ അതിജീവിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അന്നും ഇന്നും ഇവരെന്തൊക്കെ പറഞ്ഞാലും എന്നിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ചേർത്ത് പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാലോ, 2 വർഷം മുന്നേ മുതൽ തുടങ്ങിയതാ. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയോ സ്ത്രീകളെ വിളിച്ച് ഫിറോസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ എന്നെ അതിന് വിളിച്ചു ഇതിന് വിളിച്ചു എന്നൊക്കെ പറയണം എന്നും പറഞ്ഞ് അവരെ വിട്ട് വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കുക.
എന്നിട്ട് ആ വോയിസ് ക്ലിപ്പും കൊണ്ട് പല ആളുകളെയും കേൾപ്പിച്ചിട്ട് ഇവൻ്റെ സ്വഭാവം കേട്ടോ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. 2 വർഷം മുതൽ തുടങ്ങിയതാണ് അതൊക്കെ. എനിക്കിപ്പോഴും കൃത്യമായിട്ട് ഓർമ്മയുണ്ട് തുടങ്ങിയ ആ ഒരു സമയം, അന്നുണ്ടായ വിഷയങ്ങളൊക്കെ. ഇപ്പോഴും അത് ആവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കി വരുന്ന ആളുകളുണ്ട്. ഇപ്പോഴും അനാവശ്യമായ ചർച്ചകൾ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകളെയൊക്കെ അതിജീവിച്ച് തന്നെയാണ് ഈ ചാരിറ്റി പ്രവർത്തനവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്നെ എന്തു വേണമെങ്കിലും പറയാം, എന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ എനിക്കതൊന്നും ഒരു വിഷയമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം ഞാൻ കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ ചാരിറ്റി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, മറ്റുള്ള ആളുകളെ സഹായിക്കലും ഈ ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിനേക്കാളും വലിയ ഒരു തലവേദനയും അതല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ഒരു അവസ്ഥയും വേറെ ഇല്ല എന്നുള്ളതാണ്. കാണുമ്പോഴൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ പുറമേ നിന്ന് കാണാനൊക്കെ വലിയ രസമാണ്. അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ വേദന അറിയുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? പല ആളുകളും വന്ന് പറയാം പൈസ പിരിച്ചു കൊടുക്കൽ മാത്രമാണ്. പൈസ പിരിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. ചാരിറ്റി മേഖലയിൽ കൃത്യമായിട്ട് പൈസ പിരിച്ചു കൊടുത്ത് കമ്മീഷൻ വാങ്ങി പോക്കറ്റിട്ട് നടന്നു പോകുന്ന കുറേ തെണ്ടികൾ ചാരിറ്റി മേഖലയിലുണ്ട്. ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല, ഉണ്ട്. അങ്ങനത്തെ ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ലക്ഷത്തിന് 25ഉം 50ഉം വെച്ച് കമ്മീഷൻ വാങ്ങി പോക്കറ്റിട്ട് നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വീഡിയോ ചെയ്തു കൊടുത്ത് കമ്മീഷൻ വാങ്ങിയിട്ട് പിന്നെ തിരിഞ്ഞു നടക്കുന്ന രീതിയല്ല എൻ്റേത്. നിങ്ങൾക്കറിയാം, 8 മാസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് 17 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് വരിക. വയനാടുള്ള ഒരു കുട്ടിയുടെയാണ്, വയറിൻ്റെ ഇത് പുറത്തേക്ക് ഇട്ടിട്ട്. അങ്ങനെ അവർ നമ്മളോട് ആവശ്യപ്പെട്ടത് 7 ലക്ഷം രൂപയാണ്. അന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് 17 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ നമ്മൾ അവർക്ക് കൊടുക്കുക. 7 ലക്ഷം രൂപ നിങ്ങളുടെ ആവശ്യത്തിനെടുത്ത് ബാക്കി 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്ഥലമോ വീടോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് 10 ലക്ഷം കൊടുത്തിട്ട് ബാക്കി 7 ലക്ഷം രൂപ പല രോഗികൾക്കായി വീതിച്ചു കൊടുത്ത് അക്കൗണ്ട് അവിടെ ക്ലോസ് ചെയ്ത് പിന്നീട് 8 മാസത്തിന് ശേഷം ആ കുടുംബം വീണ്ടും എൻ്റെ മുന്നിലേക്ക് വരികയാണ്. എന്താണെന്നറിയോ? ബ്ലഡിൽ ഇൻഫെക്ഷൻ, ഇത് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് 10 ലക്ഷം രൂപയും ചിലവായി. ആശുപത്രിയിലും മറ്റുമായി 10 ലക്ഷം രൂപയും ചിലവായി. 8 മാസമായിട്ട് കുട്ടിയുടെ സർജറി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വരിക. പിന്നെ ഞാൻ അവരോട് പറഞ്ഞത്, ഇനി ഈ കുട്ടിയുടെ അവസ്ഥ പറഞ്ഞ് വീഡിയോ ഇടാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഒരിക്കൽ 7 ലക്ഷം എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്ന് ഇനിയും ഇതേ കുട്ടിയുടെ അവസ്ഥ പറഞ്ഞ് വീഡിയോ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ കുട്ടി എവിടെ കാണിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കോഴിക്കോട് മിംസിൽ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മിംസിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തോ? നിങ്ങൾ കുട്ടിയെ മിംസിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തോ? കുട്ടിയുടെ മുഴുവൻ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുക. ആ കുട്ടിക്ക് ഇനിയൊരു 3-4 ലക്ഷം രൂപ അവിടെ ബില്ലടക്കാനുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഒരു അവസ്ഥകളാണ്. ഇതൊന്നും പല ആളുകൾക്ക് പറഞ്ഞറിയില്ല. ഈ കുറ്റം പറയുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഈ തേജോവധം ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇതിൻ്റെ വിഷമങ്ങൾ അറിയില്ല. നിങ്ങളത് ഏറ്റെടുത്ത് നടത്തി കാണിക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ അതിൻ്റെ വിഷമങ്ങൾ അറിയുള്ളൂ. ഇനി ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ്റെ മുഴുവൻ പൈസയും ഞാനവിടെ അടക്കാമെന്ന് പറഞ്ഞിരിക്കുക. ആ പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്നറിയില്ല. ആരുടെയെങ്കിലുമൊക്കെ കയ്യും കാലും പിടിക്കണം, രാവിലെ എഴുന്നേറ്റ് തെണ്ടണം. പറയുന്ന ആളുകളോടൊക്കെ വിളിച്ചിട്ട് 5000 10,000 വെച്ച് തെണ്ടണം. കാരണം ലൈവ് ഇടാൻ കഴിയില്ല. ഇഞ്ഞത് ലൈവ് ഇട്ട് എങ്ങനെ ഇഞ്ഞത് ലൈവ് ഇടുക? ഒരു കുട്ടിക്ക് ഒരു പ്രാവശ്യം ഇട്ട് അവർക്ക് ആവശ്യമുള്ള തുക കൊടുത്തിട്ട് സർജറി കഴിഞ്ഞില്ല, ഇനി വീണ്ടും അത് വേണമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥ, ആ കുട്ടിക്ക് ഇപ്പോൾ എത്ര 8 മാസമോ 9 മാസമോ ഒരു വയസ്സെന്തോ ആയിട്ടുള്ളൂ. ഇപ്പം അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖമാണെന്ന് പറഞ്ഞ് ബില്ല് അടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനവിടെ വിളിച്ച് പറഞ്ഞേക്കാണ്, ആ ബില്ല് ഞാൻ അടച്ചുകൊണ്ടെന്ന് പറഞ്ഞേക്കാം. ഇനി ഞാൻ പോയിട്ട് ആ ബില്ല് അടക്കണം. പല ആളുകളുടെയൊന്നും തെണ്ടി പിടിച്ചിട്ട് വേണം ഞാൻ ആ ബില്ല് ഞാൻ അടക്കണമെങ്കിൽ. ഒരു കമൻറ്റേ അപ്പോൾ അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? ഹനാ ഫാത്തിമ എന്ന് പറയുന്ന ഒറ്റപ്പാലത്തെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തു. 93 ലക്ഷം രൂപയാണ് ആ കുട്ടിക്ക് വേണ്ടി വന്നത്. ആ കുട്ടിയുടെ ചികിത്സക്ക് നമുക്ക് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് തന്ന എസ്റ്റിമേറ്റ്, ലേക്ക് ഷോറിൽ നമ്മളത് കാണിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിയുടെ അവസ്ഥ വളരെ സീരിയസ് ആയിരുന്നു. വളരെ സീരിയസ് ആയ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടും ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് ഞാൻ ഇതൊന്നും ഒറ്റ മിനിറ്റ് കേട്ടോ. അപ്പോൾ ആ ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് ഞാൻ ആ കുട്ടിയെ കൊണ്ട് അഡ്മിറ്റ് ആക്കുക. 93 ലക്ഷം രൂപയാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്തത്. ആ കുട്ടിയുടെ ചികിത്സക്ക് വേണ്ടിയിട്ട്
20 ലക്ഷം രൂപയാണ് ലേക്ക് ഷോറിന്ന് നമുക്ക് തന്ന എസ്റ്റിമേറ്റ്. 20 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തന്നപ്പോൾ ഞാൻ 35 ലക്ഷം രൂപ മാറ്റിവെച്ചു ആ കുട്ടിക്ക്. അതായത് തന്ന എസ്റ്റിമേറ്റിലേക്കാളും 15 ലക്ഷം രൂപ കൂടുതലായിട്ട് മാറ്റിവെച്ചിട്ട് ബാക്കി വരുന്ന തുകയാണ് നമ്മൾ മറ്റുള്ള രോഗികൾക്ക് വീതിച്ചു കൊടുത്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളവിടെ ജനസമ്പർക്ക പരിപാടി പോലെയും അതുപോലുള്ള പരിപാടികളൊക്കെ വെച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് ആ ബാക്കി വന്ന തുക മുഴുവൻ നമ്മൾ വീതിച്ചു കൊടുക്കുക ചെയ്തത്. അവസാനം ആ കുട്ടി ചികിത്സ കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് വന്ന തുക എത്രയെന്ന് ഏകദേശം 45 ലക്ഷം രൂപയാണ് അവിടെ ബില്ലായത്. 35 ലക്ഷം രൂപയിൽ 45 ലക്ഷം രൂപയോളം അവിടെ ബില്ലാവാണ്. ഈ 35-ല് ഡോണറും അതുപോലെ തന്നെ അവരുടെ താമസങ്ങളും മറ്റുള്ള ചെലവൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുക അവിടെ അടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അനുഭവിച്ചൊരു പാടുണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ, മറ്റുള്ള ആളുകളോട് ഇനി രണ്ടാമറി ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു എന്ന് പറയുമ്പോൾ പല ആളുകളും പറയും 93 ലക്ഷം വന്നിട്ട് എന്തിനാ ഫിറോസ് ബാലൻസ് വന്ന് വീതിച്ചു കൊടുത്തു ചോദിക്കും. ഇതൊക്കെ മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. അങ്ങോട്ട് ചെയ്താലും ഇങ്ങോട്ട് ചെയ്താലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കുന്ന ആളുകൾ ചുറ്റും നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വീണ്ടും ഈ ഒരു ആവശ്യം പറഞ്ഞ് വരിക? ആ 35 ലക്ഷം രൂപയിൽ നിന്ന് അവരുടെ ഡോണറിന്റെ ചികിത്സാ ചെലവുകൾ, കാര്യങ്ങൾ, ടെസ്റ്റുകൾ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വന്നു 10-15 ലക്ഷം രൂപ രണ്ടാമറി ആ കുട്ടിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഈ ആശുപത്രിയിൽ കൊണ്ടടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തെണ്ടിയിട്ട് അവിടെ ഇവിടെ തെണ്ടിയിട്ടാണ് വീണ്ടും ആ കുട്ടിയെ ആശുപത്രിയിൽ ഇതാക്കി. ഡിസ്ചാർജ് ആയിട്ട് നമ്മൾ വിട്ടതാണ്, കേസ് തീർന്നു. ആ കുട്ടിക്ക് 40-45 ലക്ഷം രൂപ ആശുപത്രിയിൽ കൊടുത്ത് കേസൊക്കെ തീർന്ന് പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഡിസ്ചാർജായി വിട്ടപ്പോതാ 4-ാമത്തെ ദിവസം വീണ്ടും, അതായത് 4 ദിവസം മുന്നേ വീണ്ടും ആ കുട്ടിക്ക് അസുഖം കൂടിയെന്നോ എന്തോന്ന് പറഞ്ഞ് വീണ്ടും വന്നു. ആശുപത്രിക്കാർ പറഞ്ഞു ഇനി ഞങ്ങൾ എടുക്കില്ല, കാരണം അവരുടെ പൈസ ഇല്ലല്ലോ, ഈ കുട്ടിയെ ഇനി ചികിത്സിക്കാൻ കഴിയും, ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ സിഒനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാവൂല, കാരണം നിങ്ങൾ സർജറി ചെയ്ത കുട്ടിയാണ്, ഡിസ്ചാർജായി പോയതാണ്, വീണ്ടും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളത് ഏറ്റെടുക്കില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണെന്ന് പറഞ്ഞു. അവരെൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പൈസ ആര് തരും ചോദിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞു പൈസ ഞാൻ തരും, നിങ്ങൾ വീണ്ടും ആ കുട്ടി ഏറ്റെടുക്കുക, എന്നിട്ട് ചികിത്സ കൊടുക്കുക, പൈസ ഞാൻ തരും. ഇപ്പം ആ കുട്ടി വീണ്ടും അഡ്മിറ്റ് അവിടെ. ആ കുട്ടിക്ക് ഇനി എത്ര ലക്ഷം വരും എന്നറിയില്ല, ഇനി അതിൻ്റെ ചികിത്സയ്ക്ക് പൈസ കണ്ടെത്തണം. ഇതൊരു ഏറ്റെടുത്ത് നമ്മൾ വെറുതെ വീഡിയോ ഇട്ട് പോലല്ല, ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ റബീഖ് എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ ചെയ്ത് ഏകദേശം 40 ലക്ഷം രൂപയാണ് റബീഖിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, റബീഖിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് അക്കൗണ്ടിൽ വന്നത്. ആ കുട്ടിയെ ഒരു ആശുപത്രിയും ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞതാണ്. കാരണം കുട്ടിയുടെ സ്ഥിതി മാറി, സീരിയസ് അവസ്ഥയിലാണ്, ട്രീറ്റ്മെന്റ് നടത്തിയാൽ തിരിച്ചു കിട്ടില്ല, എല്ലാ ആശുപത്രികളും കൈവിട്ടു, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ നമ്മൾ ലേക്ക് ഷോറിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് ആ കുട്ടിക്ക് ഏകദേശം 18 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അന്ന് തന്നത്. ആ 18 ലക്ഷം രൂപയ്ക്ക് പകരം 25 ലക്ഷം രൂപ ആശുപത്രിയിൽ കെട്ടിവെച്ചു. കാരണം എനിക്കറിയാം കൂടുതൽ വരും എന്നുള്ള രീതിക്ക്. അങ്ങനെ ഏകദേശം 4 ലക്ഷം രൂപയുടെ ടെസ്റ്റുകൾ കഴിഞ്ഞ് 21 ലക്ഷം രൂപ ബാലൻസ് അക്കൗണ്ടിലുണ്ട്. അപ്പോൾ ഹനാ ഫാത്തിമക്ക് 20 ലക്ഷം പറഞ്ഞുകൊടുത്ത് 45 വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഇനി ഇതിനകത്ത് 21 ലക്ഷം രൂപയാണ് റബീഖിന്റെ ചികിത്സക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഹനാ ഫാത്തിമയുടേത് പോലെ 18 പറഞ്ഞ് ഇനി നിങ്ങൾ 40-50 ചോദിച്ചാൽ അത് തരാൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് 21 ലക്ഷം രൂപയ്ക്ക് ആ കുട്ടിയുടെ സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പുറത്തു തരാൻ കഴിയുമെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുടെ ആശുപത്രിയിൽ ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ ആ കുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പിന്നെ നമുക്ക് അവിടുന്ന് സിഇഒയും മറ്റുള്ള ആളുകൾ അതിൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, സംസാരിച്ചതിൻ്റെ എല്ലാം ഉണ്ട്. അവർ പറഞ്ഞത് ഫിറോസെ 21 ലക്ഷം രൂപയിൽ ഞങ്ങൾ സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് തരും, അതിൽ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഞങ്ങൾ സഹിച്ചോണ്ട് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ അവിടെ തന്നെ നമ്മൾ സർജറി ചെയ്തു. അവിടെ തന്നെ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വരാം എൻ്റെ അടുത്തേക്ക്. അവർ പറയണത് എന്താണെന്നറിയോ, 21-ൽ നിന്ന് പുറത്തു പോയി 18 ലക്ഷം രൂപ കൂടി അടക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 പൈസ ഇനി ഞാൻ തരൂല, 10 പൈസ ഞാൻ തരൂല എന്ന് പറഞ്ഞിട്ട് അവിടെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം നമ്മൾ പറയുന്നതിനേക്കാളും 10-15 ലക്ഷം രൂപ കൂടുതൽ മാറ്റിവെച്ചിട്ടാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വീതിച്ച് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക. ഈ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇവരിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? നമ്മളങ്ങനെ വീഡിയോ ഇട്ട് തിരിഞ്ഞു നടക്കുന്ന ഒരാളെ അല്ല. ഒരു കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവസാനം വരെ അതിൻ്റെ പുറകെ പോയി അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിൽക്കുക. അതുകൊണ്ട് അനുഭവിക്കുന്ന ഒരു വേദന വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഓരോ കേസുകൾ എടുത്തിട്ട് സ്വന്തം മക്കളെ കൊണ്ട് നടക്കുന്ന പോലെ, സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും കൊണ്ട് നടക്കുന്ന പോലെ രോഗികളുടെ പുറകെ ഇങ്ങനെ അലയ്യ.
ഈ രോഗികളിൽ ചില ആളുകൾ, എല്ലാവരും ഞാൻ പറയാം, ചില ആളുകളാണെങ്കിൽ മുതലാക്കുന്ന രീതിയിലാണ്. എന്താണെന്നറിയോ, ഞങ്ങൾക്ക് വേണ്ടി ഇത്ര വന്നു, ഈ ബാലൻസ് അവൻ അങ്ങനെ കൊടുത്തില്ലേ, അതുകൊണ്ട് ആ പൈസ മുഴുവൻ ഞങ്ങൾക്ക് കിട്ടണം, അതല്ലെങ്കിൽ അത് മുഴുവൻ ഞങ്ങൾ ചെലവാക്കിക്കും എന്നുള്ള രീതിയിലും പല ആളുകൾ നടക്കും. ഇതൊക്കെ അനുഭവിക്കണം. ഇത്തരം ആളുകളൊക്കെ എല്ലാവരെയും എന്താ പറയുക, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും ചിലപ്പോഴൊക്കെ തോന്നിപ്പോവും, മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടിട്ട് ആ പൈസ അങ്ങോട്ട് നോക്കും, നിങ്ങൾക്ക് എത്രയാണ് വേണ്ട ചോദിക്കുക, 10 ലക്ഷം 15 ഉണ്ട് പിടിച്ചോളിൻ എന്നും പറഞ്ഞ് ബാക്കിയുള്ളത് വാങ്ങി മറ്റുള്ള ആളുകൾക്കും കൊടുത്തിട്ട് മിണ്ടാതെ തിരിഞ്ഞ് നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒരു വിഷമവുമില്ല. പലരും അങ്ങനെ ചെയ്യല്, അവർക്കുള്ളത് കൊടുക്കുക, തിരിഞ്ഞ് മിണ്ടാതെ നടക്കുക, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് തിരിഞ്ഞൊരൊറ്റ നടത്തം നടന്നാൽ എനിക്ക് ഈ തലവേദനയൊന്നും വരില്ല. പക്ഷേ ഓരോ ദിവസവും ഇങ്ങനെ ഉരുകി ഇല്ലാതാവുന്ന പോലെയാ. ഒന്നില്ലെങ്കിൽ ആ ആശുപത്രിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ നിന്ന്, അതല്ലെങ്കിൽ മിംസ് നിന്ന്, അതല്ലെങ്കിൽ ആസ്റ്റർ നിന്ന്, അല്ലെങ്കിൽ ലേക്ഷോർന്ന്, അതല്ലെങ്കിൽ അമൃതയിൽ നിന്ന് ബില്ലടക്കാൻ പറഞ്ഞു, അത് പറഞ്ഞു, കുട്ടിക്ക് സീരിയസ് ആയി വീണ്ടും വന്നു. ഇതെന്തൊരു അവസ്ഥയാന്ന് വെച്ചിട്ടാ ഇത്രയും രോഗികളുടെ പിന്നാലെ മനുഷ്യനിങ്ങനെ ഓടി 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 നടന്നിട്ട് അവസാനം കേൾക്കുന്നതും പിടിക്കുന്നതൊക്കെ ഒരു മറ്റൊരു രീതിയിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ തലവേദന, ഇതൊക്കെ നിർത്തിയിട്ട് അവനവൻ്റെ പണി നോക്കാൻ തോന്നും. പക്ഷേ ഈ ഓരോ ആളുകൾ രാവിലെ എഴുന്നേറ്റ് 10-20 എണ്ണം അങ്ങനെ മുന്നിലേക്ക് വരിക, എന്നിട്ട് മകളുടെ കല്യാണമാണ്, ഇന്നയാൾക്ക് അതാണ് ഇതാണ് അതാണെന്ന് പറയുമ്പോൾ എങ്ങനെ ഇറങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ പിന്നാലെ എങ്ങനെ വരുന്നത്. അതല്ലെങ്കിൽ ഇതൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണി നോക്കും നമ്മൾ. മനസ്സിലായിട്ടുണ്ടോ? ഇതിനേക്കാളും നല്ലത് എന്താണെന്നറിയോ, പണ്ട് ചെയ്ത പോലെ ആ മൊബൈൽ ഷോപ്പും തുറന്നിട്ട് കിട്ടുന്നതും കൊണ്ട് 10, 300, 400 മതി, സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു കുഴപ്പമില്ല, ഒരു ടെൻഷനില്ല. രാവിലത്തെ ചിരിച്ചും കളിച്ചും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വരും. മനസ്സിലായിട്ടുണ്ടോ? ഇതൊരു വണ്ടിക്കകത്ത് കയറിയിരുന്നാൽ മരിച്ച വീട്ടിലിരിക്കുന്ന പോലെയാണ്. വണ്ടിയിൽ കയറിയാൽ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാൻ തോന്നൂല, ഒരു വാട്സപ്പിൽ വരുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ തോന്നൂല, ആരോടും ഒന്നും മിണ്ടാൻ തോന്നൂല, മരിച്ച വീട്ടിലിരിക്കുന്ന പോലെ ഇരിക്കുക. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീട് പോകുമ്പോൾ അത് ഏറ്റുപിടിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ പല സംഘടനയുടെ ആളുകൾ, ആ സംഘടനയിൽ പോയിട്ട് അവരെ പൊക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ കുറിച്ച് പറഞ്ഞാൽ ഇവന് പറ്റൂല, ഇവനെ കുറിച്ച് പറഞ്ഞാൽ അവന് പറ്റൂല, അതല്ലെങ്കിൽ കുറെ ജന്മങ്ങൾ ഇങ്ങനെ ഉണ്ട്, മനുഷ്യന്മാരാണെന്നും പറഞ്ഞിട്ട് കുറെ ഊളകൾ ഒരു ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇടയിൽ എങ്ങനെയാണ് നമ്മളിങ്ങനെ ചാരിറ്റി ചെയ്തു പോകാന്ന് ഒരു പിടുത്തവും കിട്ടണില്ല എന്നുള്ളതാ. നന്മ ചെയ്യുന്നവൻ്റെ പടാപ്പടാ ഞാനീ പറഞ്ഞത്. അപ്പം മറ്റുള്ള ആളുകളുടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രമാത്രമൊക്കെ റിസ്ക് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇത് കണ്ടില്ലേ, ഈ പറഞ്ഞതുപോലെ വീഡിയോ ഇടുന്ന പെണ്ണുങ്ങളെ വിളിക്കുക, എന്നിട്ട് മറ്റേ കഴുതൻ്റെ കാമം ഇത് കാണിക്കുന്നത് പോലെ ആ സ്ത്രീകളോട് കാണിക്കുക, വീഡിയോ കോളിൽ വരാൻ പറഞ്ഞ് മുണ്ടുപൊക്കി കാണിക്കുക. ഇതൊരു വിഭാഗം ഇങ്ങനെ നടക്കുക, എന്നിട്ട് ഇത് ഇന്ന നാറ്റിക്കാൻ അത്ര ഈ ചെയ്യുന്നത് ഫിറോസ് കുന്നംപറമ്പിൽ ചെയ്യുന്ന വീഡിയോക്ക് ഇന്ന നാറ്റിക്കാൻ. അതുപോലെ വേറെ കുറേ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് കയ്യെ പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഓരെ കൊണ്ട് പറയിച്ചിട്ട് അതിൻ്റെ വോയിസ് ക്ലിപ്പായിട്ട് കുറച്ച് ഊളകൾ വേറൊരു വഴിക്ക് നടക്കുക. ഇതൊക്കെ നിങ്ങളൊക്കെ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങളൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ട്, ഇതിനൊക്കെ ഒരു അവസാനമുണ്ട്. ആ ഒരു അവസാനം വളരെ വളരെ ക്രൂരമായ ഒരു അവസാനമായിരിക്കും കേട്ടോ. നിങ്ങളൊക്കെ ഖേദിക്കും, ജീവിതത്തിൽ നിങ്ങളൊക്കെ അനുഭവിക്കും. ഈ കാര്യത്തിൽ മനസ്സാക്ഷിയെ തൊട്ടിട്ട് നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നടക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നടക്കുക. അതാണ് ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയ പോലെ പറയാനും പിടിക്കാനും, അതല്ലെങ്കിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാം, തോന്നിയ രീതിക്കൊക്കെ നിങ്ങൾ പെരുമാറാം, അതൊന്നും ശരിയല്ലാത്ത ഏർപ്പെടാം. ഞങ്ങൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചും പിടിച്ചും ഒരു വഴിക്ക് പോയിക്കോട്ടെ. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. പലപ്പോഴും അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് അത് ചെയ്തു കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടല്ലോ. നിങ്ങൾക്കറിയാലോ എത്ര കേസുകളാണ്, എത്ര വീടുകളാണ്, എത്ര രോഗികളാണ്, എത്ര കല്യാണങ്ങളാണ്. ഇതൊക്കെ ഒരു കുടുംബത്തിലെ അവസ്ഥ പോലെ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഈ തലയൊക്കെ പൊട്ടിത്തെറിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞെന്നുള്ളതാണ്. എങ്ങനെയൊക്കെ ആരുടെയൊക്കെയോ പല ആളുകളുടെയും പ്രാർത്ഥന കൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ നിന്ന് പോകണമെന്ന് എനിക്കിപ്പോഴും തോന്നുന്നത്. അതുകൊണ്ടാണ് പല ആളുകളുടെയും പ്രാർത്ഥന കൊണ്ട് എങ്ങനെയൊക്കെയോ ആണ് നമ്മളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ദ്രോഹിക്കരുത്, ദയവ് ചെയ്ത് ദ്രോഹിക്കരുത്. ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഈ പാവപ്പെട്ട ആളുകളെയും കൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ. പലരോടും ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങളുടെ വഴിക്കൊന്നും ഞങ്ങൾ വരുന്നില്ല, നിങ്ങളുടെ ഒരു തരത്തിലും നിങ്ങളെ ദ്രോഹിക്കാൻ വരുന്നില്ല. ഞാൻ എന്നെ കുറിച്ച് പറയുന്നവരെ പോലും ഞാൻ തിരിച്ചു പറയാറില്ല.
ഏതൊക്കെ രീതിയിലാണ് എന്നെക്കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. എന്നെക്കുറിച്ച് കരിവാരിത്തേക്ക് നടക്കുന്ന ആളുകളുണ്ട്. ചാരിറ്റി ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആളുകളെ വിളിച്ച്, എന്നിട്ട് പോലും ഞാൻ ഇവരെക്കുറിച്ചൊന്നും പറയാൻ വരുന്നില്ല, ഇവരെക്കുറിച്ച് സംസാരിക്കാൻ വരുന്നില്ല. ഞാൻ പറയാറുള്ളത് എന്തോ പറഞ്ഞിട്ട് വെക്കോട്ടെ, എന്തോ ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ വഴികൾ. നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ചു, എത്രയോ ആളുകൾ ഞാനുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, ഞാനുമായി സംസാരിക്കുന്ന ആളുകളുണ്ട്. ഒരാളെക്കുറിച്ച് ഞാനിന്ന് കുറ്റം പറഞ്ഞു തന്നിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ, എനിക്കതല്ല എൻ്റെ പണി. എനിക്കതല്ലാതെ എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പലരും പലരെക്കുറിച്ചും പറയുമ്പോൾ ചിരിച്ച് കേട്ട് എഴുന്നേറ്റ് പോകാൻ ഞാൻ ചെയ്യാറില്ല. കാരണം നിങ്ങൾ പറയുന്നതൊന്നും എൻ്റെ ഈ ചെവിക്കകത്ത് കയറില്ല. നിങ്ങൾ ആരെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും അതല്ലെങ്കിൽ ആരെക്കുറിച്ച് പറഞ്ഞാൽ അതൊന്നും ഇതിനകത്തേക്ക് കയറില്ല. കയറാത്തതിൻ്റെ കാരണം എൻ്റെ തലയിൽ മുഴുവൻ പല ആളുകളുടെയും വേദനകളും വിഷമങ്ങളുമാണ്. ഇത് ചിന്തിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യണം, അതെന്ത് ചെയ്യണം, ആ ഫണ്ട് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും, അതിനെങ്ങനെ പൈസ ഉണ്ടാക്കി കൊടുക്കും, ഈ കല്യാണത്തിന് സ്വർണ്ണം എങ്ങനെ കൊടുക്കും, മറ്റവൻ്റെ വീട് എങ്ങനെ വെച്ചു കൊടുക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നതൊന്നും എൻ്റെ ചെവിയിൽ കേൾക്കില്ല. ഞാൻ അങ്ങനെ ഒരു രീതിക്ക് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എൻ്റെ വഴിയിൽ വന്ന് തടസ്സം ഉണ്ടാക്കരുത്. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോട്ടെ, ദ്രോഹിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണുള്ളത്. എന്താണെങ്കിലും കൂടുതലായിട്ട് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. കാരണം ഒരു വിഷമം കൊണ്ടാണ്. ശരി, എല്ലാവരോടും അസ്സലാമു അലൈക്കും. വേറെന്താ? ഞാൻ നിർത്തുകയാണ്, ലൈവ് അവസാനിപ്പിക്കാൻ പോകണം. ഒരു അഭ്യർത്ഥനയാണ്, ഒന്നുകൂടി ഞാൻ പറയണം. ദയവേത് ഇത്തരം രോഗികളുടെ വീഡിയോ ഇടുമ്പോൾ അവരുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ അവരെയൊന്നും വിളിച്ചിട്ട് ഈ സെക്സും മറ്റുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. ഒരു അഭ്യർത്ഥനയാണ്. കാരണം അതുകളുടെയൊക്കെ മാനസികാവസ്ഥ വളരെ വേറെ കോലത്തിലാണ്. നിങ്ങൾക്ക് വിളിക്കാനും പിടിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ വേറുണ്ട്, പുറത്തുണ്ട് കേട്ടോ. അതൊന്ന് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, വികാരങ്ങളും വിചാരങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കുണ്ട്. അതില്ലാത്തൊരു മനുഷ്യരല്ല, ഒന്നിലും തൃപ്തരല്ല. എനിക്കറിയാം, ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെയാണ്. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളും സുഖങ്ങളൊക്കെ തേടിപ്പോകുന്ന ആളുകളാണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇത്തരം ആളുകളോട് അത് കാണിക്കരുത് എന്നുള്ളതാണ്. വളരെ ദയനീയമായിട്ട് അവരുടെ വിഷമത്തോടു കൂടിയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത്തരം ആളുകളെ ഇത്തരം ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു തെറ്റാണ്. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് പടച്ചോൻ പോലും പൊറുക്കാത്ത ഏറ്റവും വലിയ തെറ്റാണ് അത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൽ സുഖം കണ്ടെത്താൻ സാധിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ വാപ്പയും നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ ആ ചെയ്യുന്ന തെറ്റിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. വാപ്പമാർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കൾ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായിട്ടുണ്ടോ? അത് അതിൻ്റെ ഒരു ഇതാണ്. നിങ്ങളുടെ സുഖങ്ങൾ മാത്രം നിങ്ങൾ തേടി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് ഇത്തരം സുഖങ്ങൾക്ക് തേടി നടക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് മക്കളുണ്ടാകുമ്പോൾ ആ മക്കളും അതേ പാതയിലൂടെ യാത്ര ചെയ്യുക. അങ്ങനെ ആ മക്കൾ യാത്ര ചെയ്യുമ്പോൾ ഈ വാപ്പ ഇപ്പുറത്തിരുന്ന് പശ്ചാത്തപിക്കും. കാരണം എന്താണെന്നറിയോ, ഞാൻ അങ്ങനെ പലരെയും ചെയ്തപ്പോൾ എൻ്റെ മകളതാ ഈ രൂപത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന തെറ്റിന് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളൊക്കെയാണ്. അതുകൊണ്ട് ഇത്തരം തെറ്റുകൾ നിന്ന് നിങ്ങൾ മാറിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനൊക്കെ ഒരുപാട് വഴിയുണ്ട്, ആ വഴിക്ക് വെക്കാം. പക്ഷേ ഇങ്ങനെ വേദനിക്കുന്ന ആളുകളെ വിളിക്കരുത്, അത്തരം ആളുകളെ ഇതിന് നിർബന്ധിക്കരുത്. കാരണം അവരൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് ശപിച്ചാലുണ്ടല്ലോ, അത് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും അത് മാറില്ല. അത്രമാത്രം വേദനയോടുകൂടി ഇരിക്കുന്ന ആളുകളാണ്. ദയവ് ചെയ്ത് ദ്രോഹിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. അപ്പോൾ എന്താണെങ്കിലും ലൈവ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സഹായങ്ങളും സപ്പോർട്ടുകളും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഈ ലൈവ് ഇടുമ്പോഴും ഇതിനകത്ത് മോശമായി കമൻ്റ് ഇടുന്ന ആളുകളുണ്ട്. ആ കമൻ്റ് ഇടുന്ന ആളുകളുടെയൊക്കെ പ്രൊഫൈലിലൊക്കെ നിങ്ങളൊന്ന് കയറി നോക്കണം. ഒരു അഭ്യർത്ഥനയാണ്. കാരണം അവൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ അറിയും അത് എത്തരം ആളുകളാണ്, അത് എന്തിനു വേണ്ടിയാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്, അതല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ടവനാണ്, അവൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അത്തരം ആളുകൾ എന്തിനു വേണ്ടിയാണ് എൻ്റെ പുറകെ കൂടിയിരിക്കുന്നതെന്നും നിങ്ങൾക്കറിയാം. അത്തരം ആളുകളെയൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.